വിപണന രംഗത്ത് പാലക്കാടിന് പ്രൗഢിയേകിയ ബാവ മെറ്റൽസ് ഇനി കൂടുതൽ പുതുമകളോടെ 4 നിലകളിലായി വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടു കൂടിയാണ് ബാവ മെറ്റൽസ് നവീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചത്. ഓണത്തോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കായി നിരവധി ഓഫറുകളും ആദായ വിൽപ്പനയും ബാവ മെറ്റൽസിൽ ഒരുക്കിയിട്ടുണ്ട്. 4 പതിറ്റാണ്ടിന്റെ പ്രവർത്തന മികവുകൊണ്ട് ഗൃഹോപകരണ വിപണന രംഗത്ത് പാലക്കാടിന്റെ മുഖമുദ്രയായി മാറിയ ബാവ മെറ്റൽസിന്റെ നവീകരിച്ച ഷോറൂമാണ് ഞായറാഴ്ച തുറന്ന് പ്രവർത്തനം ആരംഭിച്ചത്. ഗുണമേന്മയാലും വിലക്കുറവിനാലും പ്രസിദ്ധമായ ബാവ മെറ്റൽസ് വിശാലമായ ഷോറൂമിൽ വിപുലമായ പാർക്കിംഗ് സൗകര്യങ്ങളോടുകൂടിയാണ് പാലക്കാട് മാർക്കറ്റ് റോഡിൽ തുറന്നിരിക്കുന്നത്. നവീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനം പി കെ നസീമ നിർവഹിച്ചു. നാല് നിലകളിലായി ക്രമീകരിച്ച സ്റ്റീൽ, ബ്രാസ്, അലുമിനിയം, പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ വിപുലമായ ശേഖരം ഉപഭോക്താക്കളുടെ മനം കവരുന്നതാണ്. പ്രത്യേകം സജ്ജീകരിച്ച സെക്ഷനുകളിൽ നിന്നും ഉപഭോക്താക്കൾക്ക് ഉൽപ്പന്നങ്ങൾ യഥേഷ്ടം ഇഷ്ടാനുസരണം തെരഞ്ഞെടുക്കാനാവുമെന്നതാണ് പുതിയ ഷോറൂമിന്റെ പ്രത്യേകത. നിലവിളക്കുകളുടെ വൈവിധ്യം നിറഞ്ഞ ശ്രേണിയാണ് പുതിയ ബാവ മെറ്റൽസിനെ വേറിട്ടതാക്കുന്നത്. ഓണത്തോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കായി നിരവധി ഓഫറുകളും ആദായ വിൽപ്പനയും ബാവ മെറ്റൽസിൽ ഒരുക്കിയിട്ടുണ്ട്. പാലക്കാട് നൽകിയ സ്നേഹവും സഹകരണവുമാണ് ബാവ മെറ്റൽസിന്റെ വിജയമെന്നും തുടർന്നും സഹകരണം പ്രതീക്ഷിക്കുന്നുണ്ടെന്നും ഉടമകൾ പറഞ്ഞു. ഞങ്ങൾ 1986 എൻ്റെ ഫാദർ തുടങ്ങിയ ബിസിനസ് സ്ഥാപനമാണ് ബാവ മെറ്റൽസ്. ഞാൻ സെക്കൻഡ് ജനറേഷനാണ്. എൻ്റെ മകൻ തേർഡ് ജനറേഷൻ ഇപ്പോൾ ബിസിനസ്സിലേക്ക് ചെറുതായി എൻ്റർ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ പാത്രം റീറ്റെയിൽ മേഖലയോടൊപ്പം തന്നെ ഹോൾസെയിൽ മേഖലയിലും മാനുഫാക്ചറിങ് രംഗത്ത് ഞങ്ങൾ പതിറ്റാണ്ടുകളായിട്ടുള്ള പ്രവർത്തനവും പാലക്കാട്ടുകാർക്ക് ഞങ്ങൾ കൊടുത്ത നല്ല സർവീസും നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുമാണ് ഞങ്ങളുടെ പാലക്കാട്ടുകാരുടെ മനസ്സ് കവരാൻ കഴിഞ്ഞു എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. നല്ലവരായ ഞങ്ങളുടെ സുഹൃത്തുക്കളും അഭികാംക്ഷികളും നൽകി വരുന്ന എല്ലാ സപ്പോർട്ടുകളും തുടർന്നും ഞങ്ങൾക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷയും അവർക്ക് വേണ്ട നല്ല സർവീസ് ഞങ്ങൾക്ക് ഇനിയും കൊടുക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസം. സ്ഥാപന ഉടമകളായ KJ മുഹമ്മദ് ഷമീർ, KB മുഹമ്മദ് ജാഫർ, ഫത്തീൻ K ഷമീർ തുടങ്ങിയവരും കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും വ്യാപാര വ്യവസായ സാമൂഹിക മേഖലകളിലെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ.